Hello friends, Assalamualaikum. Welcome back to our channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു ക്രാഫ്റ്റ് ആണ്. നമ്മുടെ വീട്ടിലൊക്കെ ഇൻഡോർ പ്ലാന്റ്സും അതുപോലെ തന്നെ ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇങ്ങനെ താഴെ വെക്കുന്നതിനേക്കാളും ഭംഗി എപ്പോഴും ഹാങ് ചെയ്തിടുമ്പോഴാണ് അല്ലേ? അപ്പോൾ അങ്ങനെ ഹാങ് ചെയ്യാനായിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ഹാങ്ങർ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇത് ചെയ്യാൻ അത്ര കഷ്ടപ്പാടൊന്നുമില്ല. നമുക്കൊരു കഷ്ണം കയറും അതുപോലെ തന്നെ ഒരു PVC പൈപ്പ് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നുള്ളൂ നമ്മുടെ വീട്ടിൽ തന്നെ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ PVC പൈപ്പ് 4 പീസസ് ആക്കിയിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ലെങ്ത്തിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ചട്ടിയുടെ വലുപ്പത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ലെങ്ത്ത് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ 4 എണ്ണാക്കി കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കയറാണ്. 3 കഷ്ണം കയറ് വേണം. 2 എണ്ണം സെയിം ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കാം. അതാണ് നമ്മൾ ഹാങ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യണത്. അപ്പോൾ അതെപ്പോഴും സെയിം ലെങ്ത്തിൽ വേണമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് കട്ട് ചെയ്യുക. പിന്നെ ഈ 3ാമത്തെ കയറിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഈ 4 PVC പൈപ്പില്ലേ, അത് കോർത്തെടുക്കാനായിട്ട് എത്ര ലെങ്ത്ത് വേണം അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇത് കോർത്തതിന് ശേഷം ആ ഒരു ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് കട്ട് ചെയ്താലും മതി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ കയറിലേക്ക് ഓരോ PVC പൈപ്പായിട്ട് കോർത്ത് കൊടുക്കാം. സെയിം സൈസിലുള്ള കയറല്ല, നമ്മൾ 3ാമത് കട്ട് ചെയ്തിട്ടുള്ള ഒരു കയറില്ലേ അതിലേക്കാണ് കേട്ടോ കോർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ കോർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പൈപ്പുകൾ തമ്മിൽ ഒട്ടും ഡിസ്റ്റൻസ് പാടില്ല. നല്ല ടൈറ്റായിട്ട് വേണം ഓരോ പൈപ്പും ഇരിക്കാനായിട്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം കോർക്കാൻ. അപ്പോൾ പൈപ്പൊക്കെ കോർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് ടൈറ്റായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. അപ്പോൾ കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൈപ്പുകൾ തമ്മിൽ ഡിസ്റ്റൻസ് ഒന്നും പാടില്ല. നല്ല ടൈറ്റായിട്ട് വെച്ചിട്ട് വേണം കെട്ടാനായിട്ട്. നന്നായി വലിച്ച് കെട്ടിക്കോളൂ. അപ്പോൾ നല്ല ടൈറ്റായിട്ട് വന്നോളും. ഇതുപോലെ കെട്ടിക്കൊടുക്കുക. അപ്പോൾ നമുക്കൊരു സ്ക്വയർ ഫോം ആയിട്ട് വരും. അതാണ് ബേസ്. അതിലേക്കാണ് നമ്മുടെ പോട്ട് ഇറക്കി വെക്കേണ്ടത്. അപ്പോൾ ആ ഒരു പോട്ടിനനുസരിച്ചിട്ടുള്ള ലെങ്ത്തിൽ വേണം നമ്മൾ ഈ PVC പൈപ്പ് കട്ട് ചെയ്തെടുക്കാനായിട്ട്. എന്നാലാണ് അത് കറക്റ്റായിട്ട് അതിനുള്ളിൽ ഇരിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് റെഡിയാക്കാനുള്ളത് ഹാങ്ങറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുള്ള ആ സെയിം ലെങ്ത്തിലുള്ള 2 കയറുണ്ടല്ലോ അതെടുക്കുക. എന്നിട്ട് അതൊരു പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളിതുപോലെ കോർത്ത് കൊടുക്കാം. അപ്പോൾ കോർത്തതിന് ശേഷം മേലെ ഒരു കുഞ്ഞ് കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഹാങ്ങിങ് എത്ര വേണം അതിനനുസരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കയറിൻ്റെ ലെങ്ത്ത് ഡിസൈഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ കെട്ടൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആ കെട്ട് നമുക്ക് ഈ പൈപ്പിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് ഹൈഡായി കിടന്നോളും. അത് പുറത്തേക്ക് കാണില്ല. പുറത്തേക്ക് കാണുമ്പോൾ അതൊരു ഭംഗി കുറവാണല്ലോ. അപ്പോൾ ഇതുപോലെ പുറത്തേക്ക് വരുന്ന കെട്ടുകളൊക്കെ പൈപ്പിൻ്റെ ഉള്ളിലേക്ക് ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കാണാനും നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഈ ചെയ്തത് തന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലും ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള പ്ലാന്റ് ഹാങ്ങർ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ചെയ്തെടുക്കാമല്ലോ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അത്. ഇനി ഇതിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഒരു പോട്ട് ഇറക്കി വയ്ക്കുക, ഹാങ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പോട്ടാണ് ഹാങ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ വീടിൻ്റെ ഉള്ളിലും പുറത്തൊക്കെ നമുക്ക് ചെടികളൊക്കെ നല്ല ഭംഗിയായിട്ട് ഹാങ് ചെയ്തിടാനും പറ്റും. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ 2 ഹാങ്ങർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സ് എപ്പോഴും ഓപ്പൺ ആണ്, അതിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും, മിസ്സാവില്ല. അപ്പോൾ നമുക്ക് അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.